ഹായ്, ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ മഞ്ചേരി. അപ്പം ഇന്ന് ശനിയാഴ്ച പോയി ഇനി ഞായർ തിങ്കളാഴ്ച തിരിച്ചു പോരണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും കാണാം. അനിയത്തിമാരെ വീട്ടിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനെ പോയിട്ട് വരാം. അപ്പം എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് മഞ്ചേരി എത്ര കിലോമീറ്റർ ഇതൊരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഇതിൻ്റെ അനിയത്തിയാണ് എനിക്ക് ഓർഡർ തന്നിരിക്കുന്നത്. ഞാൻ നാട്ടിൽ ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റും ബ്രൗണിയും ഒക്കെ വേണമെന്ന്, പ്ലം കേക്കും റിച്ച് പ്ലം കേക്കും ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ തന്നിരുന്നു. അതിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അവർക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ബർത്ത്ഡേ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ചെയ്തൊരു കേക്കാണിത്. ഇതൊരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഇതും അതുപോലെ ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെ തന്നൊരു ഓർഡറാണ്. അവന് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഓരോ കേക്കുകൾ അങ്ങനെ ഓർഡർ ചെയ്യലുണ്ട്. കേക്ക് മാത്രമല്ല, ഒരു ബ്രൗണിയും അവരും അതിൻ്റെ കൂടെ ബ്രൗണി പ്ലം കേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡ്രീം കേക്ക് ഓരോരുത്തരും ഓരോന്നാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ പെട്ട ഒരു കേക്കാണിത്. അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. 1 kg ആണ്. പ്രത്യേക ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ബർത്ത്ഡേ ഒന്നുമല്ല. അപ്പോൾ ഞാൻ വെറുതെ സിമ്പിളായിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇതും നാട്ടിൽ നിന്നുള്ള ഓർഡറാണ് കേട്ടോ. ഡ്രീം കേക്കാണ്. നമ്മളെ ബോക്സ് ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല ഡ്രീം കേക്കിൻ്റെ, പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്തുണ്ടായിരുന്ന ഒരു ബോക്സിൽ സെറ്റ് ചെയ്തതാണ്. അങ്ങനെ അനിയത്തിമാർക്കൊക്കെ അവർ ഓർഡർ ചെയ്തതാണ്. ബ്രൗണിയാണ് കേട്ടോ. നല്ല നട്ട്സൊക്കെ ചേർത്തിട്ട് നല്ല പുറമേ നല്ല ക്രഞ്ചിയും ഉള്ളിൽ നല്ല ചൂയി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രൗണിയാണിത്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇതും എനിക്കെൻ്റെ ആങ്ങളമാർ തന്ന ഓർഡർ തന്നെ. ഞാൻ ചെല്ലുന്നുണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് ബ്രൗണി വേണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ്. നാട്ടിൽ പോകുമ്പോൾ അവർ ഓരോന്ന് ഓർഡർ ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം അധികം ബ്രൗണി കേക്ക് ഒക്കെ ഓർഡർ ചെയ്യുന്നേ. അതാണ് കേട്ടത്. അങ്ങനെ നമ്മൾ വടപുറം എത്തിയിട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് 11 മണിക്കാണ്, ലേറ്റായി. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഇവിടെ വടപുറത്തൊരു കട ഉണ്ട്, അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. തിരിച്ച് അനിയത്തിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം കേട്ടോ. അതിന് ഞാനും ചെറിയുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 ആൾ കൂടി വലിയ അനിയത്തിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പെരിന്തൽമണ്ണ. അനിയത്തിൻ്റെ വീടാണ് കേട്ടോ അത്. ചെറിയ ഇവിടെ ഊഞ്ഞാലാടുകയാണ്. ഞങ്ങൾ ലേറ്റായി വന്നപ്പോഴേക്കിന് രാത്രിയായി, അതുകൊണ്ട് പുറത്തുനിന്ന് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ മുന്നേ തന്നെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. കേക്ക് കൊടുന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് തോണ്ടി കട്ട് ചെയ്ത് സൈഡൊക്കെ എടുത്തിക്കണ്. നെയ്നു കട്ട് ചെയ്യാൻ കറക്റ്റോ? നെയ്നു ആരുടെ ബർത്ത്ഡേ? എൻ്റെ ബർത്ത്ഡേ ആണോ? ശരി. അല്ല, ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ബർത്ത്ഡേ ആണ്. അതെനിക്കറിയില്ല. ഒരു മാസത്തിലൊക്കെ ഞങ്ങൾക്ക് 2, 3 ഒക്കെ ഉണ്ടാവും. കേക്ക് കിട്ടിയാൽ ഞങ്ങൾക്ക് ആ ബർത്ത്ഡേ ആണ്. അതന്നെ, കേക്ക് മുറിച്ചല്ലേ, എനിക്ക് തീരെ ഒരു ഇതില്ല. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ
ഇസമോളെ എൻ്റെ ബർത്ത്ഡേ ഉണ്ട് ഇസമോളെ. ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിടങ്ങി. ജനുവരി അല്ലേ? ജനുവരി കഴിയാനായി. അതൊന്നല്ല. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി ബിസ്മിയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഓഫറിലൊക്കെ കുറച്ച് സെലക്ട് ചെയ്തെടുത്തു കേട്ടോ. അധികം നിർത്തിട്ടില്ല, കുറച്ച്. കുറച്ച് സാധനം അമ്മൂക്ക് കുറച്ച് എടുത്തിട്ടുള്ളൂ, അധികം ഒന്നും എടുത്തിട്ടില്ല. ഇതാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങാൻ വന്നതാണ്.